ചങ്ങനാശ്ശേരി മാമൂടുള്ള കർദിനാൾ കുവക്കാടിൻ്റെ വീട്ടിലാണ്. നിലവിൽ കർദിനാൾ ഉള്ളത് റോമിൽ തന്നെയാണ്, വത്തിക്കാനിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളൊക്കെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് വന്ന് ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഉള്ളത് ധാരാളം ഈ ഫോട്ടോ ഫ്രെയിമുകൾ കാണാം. ഈ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകളുണ്ട്. പക്ഷേ ഈ ഫോട്ടോ ഫ്രെയിമുകൾ ഈ വീട്ടിലുള്ള ആളുകളുടെ ചിത്രങ്ങളല്ല ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലുള്ളത് കൂടുതലും ഈ ഫ്രാൻസിസ് പിതാവിൻ്റെ മാർപ്പാപ്പയുടെ ചിത്രങ്ങളാണ് ഏറ്റവും അധികം ഉള്ളത്. പ്രത്യേകിച്ച് കുവക്കാട് പിതാവ് സ്ഥാനാരോഹണം ചെയ്യുന്ന സമയത്തുള്ള ചിത്രങ്ങൾ, അതിന് മുൻപുള്ള ചിത്രങ്ങൾ. ഈ വീട്ടിലെ എല്ലാവരും മാർപ്പാപ്പയെ കണ്ടിട്ടുള്ളവരാണ്, സംസാരിച്ചിട്ടുള്ളവരാണ്. മാർപ്പാപ്പയിൽ നിന്നുൾപ്പെടെ നിരവധി സമ്മാനങ്ങളൊക്കെ തന്നെ കൈപ്പറ്റിയ ആളുകളാണ് ഈ കുവക്കാട് പിതാവിൻ്റെ പിതാവായിട്ടുള്ള ജേക്കബും അതുപോലെ തന്നെ മാതാവും ഒക്കെ തന്നെ എന്ന് പറയുന്നത്. എന്തായാലും ഈ സമയത്ത് നമുക്കൊപ്പം കുവക്കാട് പിതാവിൻ്റെ പിതാവായിട്ടുള്ള ജേക്കബ് കൂടി ചേരുകയാണ്. അച്ഛൻ എത്ര തവണ കണ്ടിട്ടുണ്ട് മാർപ്പാപ്പയെ? മാർപ്പാപ്പയെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 2022 2024 കണ്ട സമയത്തുള്ളൊരു സമീപനമൊക്കെ എങ്ങനെയാണ് കണ്ടത്? ഇപ്പം വളരെ സൗമ്യനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും ഞങ്ങൾക്ക് കയ്യെ പിടിച്ച് മുത്താനും സൗഹാർദ്ദമായ വർത്തമാനം, ഭാഷ അറിയാൻ മേലെങ്കിലും പിതാവിൻ്റെ ഇടപെടലിൽ നമുക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ തോന്നി. നമ്മളോടുള്ള കരുതലും സ്നേഹവും പാവങ്ങളോടുള്ള രീതികളും ഒക്കെ നമ്മളെ ഒത്തിരി അധികം സ്പർശിച്ചു. സമ്മാനമൊക്കെ കിട്ടിയ സമ്മാനമായിട്ട് തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിൻ്റെ പ്രത്യേകമായ കൊന്ത തന്നു. ഇവിടുത്തെ വീട്ടിലെല്ലാവരും പോയിട്ടുണ്ടല്ലേ? ഞങ്ങളെല്ലാവരും കൊണ്ട് ഞങ്ങളുടെ 50ാം വിവാഹ വാർഷികം പോപ്പിൻ്റെ അടുത്തായിരുന്നു 2022. അപ്പോൾ അതിനുവേണ്ടി പോയപ്പോഴാണ് ആദ്യമായിട്ട് പിതാവിനെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെ മകനെ കർദിനാളായി കഴിഞ്ഞപ്പോഴത്തേക്ക് 2024 ഡിസംബർ 11-ാം തീയതി ഞങ്ങൾ അവൻ്റെ സ്ഥാനാരോഹണം വത്തിക്കാനിൽ വെച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തും പരിശുദ്ധ പിതാവിനെ നേരിട്ട് കാണാനും ആ സമയത്തും പിതാവ് ഞങ്ങളെ പ്രത്യേകമായി കണ്ട് ഞങ്ങൾക്ക് ഓരോ സമ്മാനമായിട്ട് കൊന്തയും ബാക്കിയൊക്കെ തരുകയൊക്കെ ചെയ്തു. പ്രത്യേകമായ ആശീർവാദവും തന്നു. ഈ വർഷം പകുതിയോടെ വീണ്ടും വത്തിക്കാനിൽ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ജൂൺ 13-ാം തീയതി അവിടെ മോഹനൊരു പള്ളിയുടെ ചാർജ് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ആശീർവാദത്തിന് വത്തിക്കാനിൽ പോകുമ്പം പിതാവിനെ കൂടെ കണ്ടിട്ട് പോരണമെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇരുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നമുക്ക് കുവക്കാട് പിതാവ് വിളിക്കുന്ന സമയത്ത് പറയുന്ന മാർപ്പാപ്പയോട്ടുള്ള ഒരുമിച്ചുള്ള നിമിഷങ്ങളൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പിതാവ് പാവങ്ങളോട് ഏറ്റവും കൂടുതൽ കരുതലുള്ളവനും പാവങ്ങളെ ഉദ്ധരിക്കണമെന്നും അവരെ സഹായിക്കണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പിതാവായിരുന്നു. പാവങ്ങളോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു.